ഇന്ത്യയിലെ ഏറ്റവും വലിയ ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം നാടായ തിരുവനന്തപുരത്താണ്. ഏകദേശം 20 ലക്ഷത്തോളം ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2000 കോടി രൂപയിലേറെ ചെലവിട്ടുകൊണ്ടാണ് ആ ലുലു മാൾ തലസ്ഥാനത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ മാൾ തിരുവനന്തപുരത്തിന് ആവശ്യമുണ്ടോ? അത്രയും ആളുകൾ വരുമോ എന്നൊക്കെ നിരവധി സംശയങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നുവെങ്കിലും ഉദ്ഘാടനത്തിന് പിന്നാലെ തിരുവനന്തപുരം നിവാസികൾ ലുലു മാളിനെ ഏറ്റെടുക്കുകയായിരുന്നു. നിലവിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ശരാശരി 60,000-ലധികം ആളുകൾ തിരുവനന്തപുരം ലുലു മാളിൽ സന്ദർശിക്കുന്നുണ്ടെന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് വാരാന്ത്യങ്ങളിൽ 70,000 മുതൽ 1,00,000 വരെയാകും. ഉത്സവ സീസണുകളിൽ ഇത് വീണ്ടും കുത്തനെ ഉയരും. ഇത്തരത്തിൽ ലുലു ഗ്രൂപ്പിനെ 2 കൈ നീട്ടി സ്വീകരിച്ച തിരുവനന്തപുരത്തുകാരെ കുറിച്ച് ശ്രീരാജ് എന്ന യുവാവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. തിരുവനന്തപുരം ലുലു മാൾ പരാജയപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ചില തലസ്ഥാന വിരുദ്ധർ സഹിക്കാനാകാതെ സോഷ്യൽ മീഡിയയിലൂടെ തിരുവനന്തപുരം ലുലു മാൾ ഇന്ത്യയിലെ ഏറ്റവും വലുതല്ല എന്ന രീതിയിൽ പ്രചാരണം നടത്തി അവരുടെ മനസ്സിലെ വിഷമം തീർത്തു. ഒപ്പം തിരുവനന്തപുരം ലുലു മാൾ പരാജയമാണെന്നും പല പേജുകളിലും എഴുതി പിടിപ്പിച്ച് ആത്മരതി കൊണ്ടു. പക്ഷേ ദിവസങ്ങളുടെ ആയുസ് പോലും ആ കിംവദന്തിക്ക് ഉണ്ടായില്ല. അതിനു മുമ്പ് തന്നെ ലുലുവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ തിരുവനന്തപുരം ലുലുവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളെന്നും ഏറ്റവും കൂടുതൽ ഫുട്ഫാൾസ് ഉള്ളതും ഇവിടെയാണ് എന്നും അവർ വെളിപ്പെടുത്തി. എന്നാൽ ഇന്ന് ലുലു മാളിൽ വരുന്ന ഓരോരുത്തരും ഒന്നടങ്കം പറയുന്നു തിരുവനന്തപുരം ലുലു മാൾ പരാജയപ്പെട്ടിരിക്കുന്നു. അതെന്തുകൊണ്ടെന്ന് തിരുവനന്തപുരം ലുലു മാൾ ഈ അടുത്ത് സന്ദർശിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മാളിനുള്ളിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കാൻ കഴിയാത്തത്ര തിരക്കാണ്. ആ മാളിന് ഉൾക്കൊള്ളാനാകാത്ത അത്ര ഒഴുക്കാണ് അങ്ങോട്ട്. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ പാർക്കിംഗ് നാഷണൽ ഹൈവേയുടെ ഇരു കരകളിലും 7 മണിയായാൽ ആക്കുളം പാലവും നിറയും. ലുലുവിൽ ഇപ്പോൾ വീണ്ടും പുതിയ മൾട്ടി ലെവൽ പാർക്കിംഗ് കെട്ടിടം പുതുതായി പണിയുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ നഗരത്തിൻ്റെ പർച്ചേസിംഗ് പവറിനോട് 3-4 കിലോമീറ്റർ അപ്പുറം ഇതേ റോഡിന് സമീപമുള്ള മാൾ ഓഫ് ട്രാവൻകൂറിലേക്ക് അതേ സമയത്തൊന്നു പോയാൽ അവിടെയും ഇതുതന്നെ സ്ഥിതി. അവിടെ നിലവിലുള്ള ഫുഡ് കോർട്ട് തികയാഞ്ഞിട്ട് വീണ്ടും അതേ വലിപ്പമുള്ള പുതിയ ഫുഡ് കോർട്ട് കൂടി ആരംഭിച്ചിരിക്കുന്നു. അദാനിയുടെയും ടോറസിൻ്റെയും ബ്രിഗേഡ് ഗ്രൂപ്പിൻ്റെയും ടെക്നോസിറ്റിയിലെയും ഒക്കെ വരാനിരിക്കുന്ന പുതിയ മാളുകൾക്ക് കേരളത്തിലെ ഏറ്റവും ക്രൗഡഡ് സിറ്റിയിലേക്ക് സുസ്വാഗതം. ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കുറിപ്പ്. തിരുവനന്തപുരം ലുലു മാൾ നമ്മുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറത്താണ്. ഏത് സമയത്ത് ചെന്നാലും തിരക്കാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ലുലു മാൾ കാണാൻ തന്നെ ഇവിടെ എത്തുന്നുണ്ട്. തിരുവനന്തപുരത്തുകാർ മാത്രമല്ല. പക്ഷേ എത്ര ആളുകൾ വന്നാലും അതനുസരിച്ചുള്ള തിരക്ക് നമുക്ക് അനുഭവപ്പെടില്ല. മാൾ മൊത്തം കറങ്ങി നടന്ന് കാണണമെങ്കിൽ ഒരു ദിവസം പോരാതെ വരും. ഇവിടെ സിനിമ കാണാൻ തന്നെ ആളുകളുടെ തിരക്കാണ്. അതിനായി മാത്രം വരുന്ന ആളുകളുമുണ്ട്. സിനിമ കാണാൻ വേണ്ടി മാത്രം വരുന്ന നൂറുകണക്കിന് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വൈകുന്നേരങ്ങളിൽ ടെക്നോ പാർക്കിലെ ടെക്കുകളുടെ നേരം പോക്കും ഇവിടെയാണ്. അവരുടെ തിക്കും തിരക്കും ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളിലും അനുഭവപ്പെടും. വൈകുന്നേരങ്ങളുടെ ഫുഡ് കോർട്ടായ അവരായിരിക്കും കൈയടക്കുന്നത്. കാരണം ടെക്നോ പാർക്ക് ഇത് തൊട്ടടുത്താണ്. എന്തുകൊണ്ടും ആളുകൾക്ക് വരാനും പോകാനും സൗകര്യമുള്ള സ്ഥലത്താണ് ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത്.